ഇത് വൈകുന്നേരം 5:15 അല്ല കേട്ടോ, ഇത് രാവിലെ 5:15. ഞങ്ങൾ എല്ലാവരും എണീച്ചു രാവിലെ തന്നെ. എന്തെന്നറിയോ, ഞങ്ങൾ ഒരു സ്ഥലം വരെ പോന്ന്. അപ്പോൾ ഇന്നലെ എടുത്ത വീഡിയോ ആണ് ഇത്. എനിക്ക് ഇന്നലെ രാത്രി എഡിറ്റാക്കാൻ കുറച്ച് പണിയുണ്ടായി, അപ്പോൾ നമുക്ക് വിട്ടുപോയി എഡിറ്റാക്കാൻ. ഇവന് ട്രിപ്പ് എവിടെയോ പോകുന്നത്, അതിൻ്റെ നോട്ടീസ് എന്തോ കാണിക്കുന്നത്. നമ്മൾ റെഡി ആവലായി. പിന്നെ ഇവക്ക് ഐബ്രോ വരക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഐബ്രോസും വരച്ചു കൊടുത്തു. പിന്നെ ഇന്നലെ ഒരു റീൽസ് ആക്കിനായിരുന്നു മിനിയാന്ന്. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഞങ്ങൾ പോകുന്നത് ഇവിടെ HAL അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, അവിടെ പോകുന്നത്. അപ്പോൾ എന്നോട് അളയപ്പൻ പറഞ്ഞു അവിടെ ഒരു മിനി കേരള തന്നെ നിനക്ക് കാണാം. അങ്ങനെയാണ് എന്നെ കൊണ്ടുപോയത്. ഇത്ര രാവിലെ പോകുന്ന വേറൊന്നുമല്ല, ഇവർക്കെല്ലാം ജോലിക്കും സ്കൂളിലേക്കെല്ലാം എല്ലാം പോകണ്ടേ. പിന്നെ എല്ലാം തിരക്കില്ലാതെ നിൽക്കുമ്പോൾ ദർശനവും നല്ലോണം കിട്ടുമല്ലോ നമുക്ക്. അങ്ങനെ 2 സ്കൂട്ടിയിലായിട്ടാണ് പോകുന്നത്. ഒരു സ്കൂട്ടിയിൽ ട്രിപ്പിൾസും മറ്റേത് നേരെ പോയി. ട്രിപ്പിൾസ് ചെയ്യുന്ന പറഞ്ഞല്ല, ഞാൻ കൂടി വന്നല്ലോ. ഇവർക്ക് കറക്റ്റാണ് 2 സ്കൂട്ടി. പക്ഷെ ഞാൻ വരുമ്പോൾ 5 ആളായില്ലേ. അങ്ങനെ പിന്നെ ട്രിപ്പിൾസ് അല്ല, വേറെ വഴിയില്ല നമുക്ക്, നമ്മൾ പോലായി. അപ്പോൾ രാവിലെ നല്ല തണുപ്പ് കാറ്റായതുകൊണ്ട് അവർ സ്വെറ്ററെല്ലാം ഇട്ടിട്ടാണ് പോയത്. ഞാൻ ഇട്ടിട്ട് ആ തണുപ്പൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട്. അത്ര തണുപ്പാണ്, നല്ല രസം. പിന്നെ കാവായിട്ടുള്ള ടൗണും അതെ, ഒരു തിരക്കുമില്ല. ഈടെല്ലാം ഉച്ചയ്ക്ക് വരുന്ന ഈ മാർക്കറ്റിൻ്റെ സൈഡെല്ലാം എന്ത് തിരക്കറിയും. ഇപ്പോഴും കുറച്ച് ആൾക്കാരെല്ലാം ഉണ്ട്, പിന്നെ ബ്ലോക്കായി. അപ്പം നമ്മൾ വിചാരിച്ചു ലേറ്റ് ആവുമോ, അപ്പോൾ ഇത് രാവിലെ ഇറങ്ങിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ നമ്മൾ വിചാരിച്ച സമയത്ത് തന്നെ എത്തി അമ്പലത്തേക്ക്. അവിടെ ഒരു അയ്യപ്പൻ്റെ അമ്പലമുണ്ട്, പിന്നെ തൊട്ടിട്ട് വേറെയും 2-3 അമ്പലമുണ്ട് വേറെ. എനിക്ക് അവിടെ എന്താ പ്രതിഷ്ഠ എന്ന് മറന്നുപോയി. അങ്ങനെ ഒരു സ്ഥലത്തെ പ്രസാദം പൊങ്കലായിരുന്നു, സ്വീറ്റ് പൊങ്കൽ. പൊങ്കൽ പറഞ്ഞാൽ റൈസിൻസ് അങ്ങനെ എല്ലാം ഇട്ടിട്ട് മധുരത്തിൻ്റെ നല്ല ടേസ്റ്റ് ഉണ്ട്. എല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ അമ്പലം ഫുള്ള് ചുറ്റി കണ്ടു. ഞങ്ങൾ ഈ തപ്പുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു എൻവയോൺമെൻറ്റാണ്. നമ്മൾ സ്റ്റേറ്റസ് എല്ലാം ഇട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ടാവും എല്ലാവരും ആ ഒരു റീലെടുത്തിന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ലൊരു സ്ഥലം വരുത്തിയിട്ട് സ്ഥലമെല്ലാം കിട്ടി. ഈ അമ്പലം നിങ്ങൾ കണ്ടുവോ? ശരിക്കും നമ്മളെ കേരളത്തിൽ ഒരു അമ്പലം പോലെ ഇല്ലേ? ബാംഗ്ലൂരിൽ നിന്ന് ആരെങ്കിലും പറയുമോ? എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അമ്പലം. ഉള്ളിൽ തത്വ മസീദെല്ലാം എഴുതിയിട്ടുണ്ട്. അതെല്ലാം കാണുമ്പോഴത്തേക്ക് ശരിക്കും നമ്മളെവിടെ ഒരു അമ്പലം പോലെ തന്നെ ഉണ്ട്. നമ്മൾ ആടെ തായാന്ന് വീഡിയോയിലെടുത്തത്. അപ്പോൾ ആരെങ്കിലും ഇനിയും കണ്ടിട്ടെങ്കിൽ എൻ്റെ സ്റ്റോറിയോ സ്റ്റേറ്റസോ എന്തെങ്കിലും കയറി നോക്കൂ കേട്ടോ. പിന്നെ നമ്മൾ വീട്ടിലേക്ക് എത്തിയപ്പാട് അനന്തും അവൻ്റെ ക്രാഫ്റ്റും കൊണ്ട് ഇറങ്ങിയിട്ടുണ്ട്, എന്തെല്ലോ ചെയ്യുന്നുണ്ട്. പിന്നെ ഉച്ചയ്ക്ക് ശേഷം നമ്മൾ വീണ്ടും പുറത്ത് പോയി. HAL മാർക്കറ്റ് കണ്ടിട്ട് ആ മാർക്കറ്റ് ഒന്ന് കാണാൻ വേണ്ടി പോയി. എന്താ പറയുക, എത്ര വലിയ മാർക്കറ്റ്! അതിൻ്റെ ഉള്ളിൽ എന്തെല്ലാം ഉണ്ടറിയോ? എല്ലാ തരം ഫ്രൂട്ട്സും ഉണ്ട്, എല്ലാ തരം പച്ചക്കറിയും ഉണ്ട്. ഞാൻ കാസർഗോഡൊന്നും കാണാത്ത എത്രയോ ഫ്രൂട്ട്സും പച്ചക്കറിയും. പിന്നെ മീനിൻ്റെ ഒരു വലിയ ഇത് തന്നെ ഉണ്ട്, എന്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മീൻ. പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ അവിടെ പോയിട്ട് എന്തും മേടിക്കുന്നില്ല എന്ന് വിചാരിച്ചാലും മേടിക്കാതെ വരാൻ കഴിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.